കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട് തന്റെ മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ കോട്ടയം നവജീവൻ ട്രസ്റ്റിലെ അന്തേവാസികളുമായി ഒരു ദിനം ചിലവഴിച്ചു. മാർ മാത്യു മൂലക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ സ്ഥാപനത്തിലെ അന്തേവാസികളും സ്ഥാപനത്തിലെ മറ്റ് സ്റ്റാഫുകളും പങ്കാളികളായി. ദിവ്യബലി മധ്യേ ആർച്ച് ബിഷപ്പ് വചന സന്ദേശവും നൽകി. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകളുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഈ ഭവനം നവജീവൻ തീർച്ചയായിട്ടും നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അതാണ്. നിങ്ങൾ ആരായിരുന്നാലും എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതാണ് ഈ ഭവനത്തിൻ്റെ സന്ദേശം തന്നെ. നമ്മുടെ തോമസ് ചേട്ടൻ നേതൃത്വത്തിൽ ആരംഭം കുറിച്ച ഈ ഭവനത്തിലൂടെ എത്രയോ ആളുകൾ ദൈവസ്നേഹത്തിൻ്റെ നന്മ അറിഞ്ഞ് ആസ്വദിച്ച് ജീവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും ഇതിന് സാക്ഷികളാണ്. ദിവ്യബലിക്ക് ശേഷം നടന്ന യോഗത്തിൽ നവജീവനിലെ അന്തേവാസികളിൽ ഒരാൾ വരച്ച മാർ മാത്യു മൂലക്കാട്ടിന്റെ ചിത്രം അദ്ദേഹത്തിന് സമ്മാനിച്ചു. നവജീവന്റെ സ്ഥാപകൻ പിയു തോമസ് നന്ദി പറഞ്ഞു. പിതാവ് അനുഭവിച്ചറിഞ്ഞതായ ജീവിതങ്ങളുമെല്ലാം ഒത്തിരിയേറെ പങ്കുവെക്കാൻ ഓർമ്മയിലുണ്ടാകും. അത്രമാത്രം ശ്രേഷ്ഠമായ ജീവിതത്തിലൂടെയാണ് പിതാവ് ഈ 70-ാമത്തെ വയസ്സിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിതാവിനും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതകാലം മുഴുവനുള്ള പ്രാർത്ഥനാശംസകൾ പിതാവിന് സമർപ്പിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ആശംസയും അറിയിക്കുന്നു. തുടർന്ന് നവജീവനിലെ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷമാണ് ആർച്ച് ബിഷപ്പ് മടങ്ങിയത്.